സമൂഹമാധ്യമം വഴി പരിചയപ്പെട്ട പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിൽ. മലപ്പുറം തിരൂർ സ്വദേശി മുഹമ്മദ് ഇസ്മായിലിനെയാണ് നെടുങ്കണ്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതി മുഹമ്മദ് ഇസ്മായിൽ നെടുങ്കണ്ടം സ്വദേശിയായ 14 വയസ്സുകാരിയെ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പരിചയപ്പെട്ടത്. കഴിഞ്ഞ ദിവസം മലപ്പുറത്തു നിന്ന് പെൺകുട്ടിയെ കാണാൻ നെടുങ്കണ്ടത്തെത്തി. പെൺകുട്ടിയെ മലമുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നാണ് പരാതി. സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. കഴിഞ്ഞ ഒരു വർഷത്തോളമായി നെടുങ്കണ്ടത്തുള്ള ഒരു സ്കൂൾ വിദ്യാർത്ഥിയുമായി സാമൂഹ്യ മാധ്യമം വഴി പരിചയത്തെ തുടർന്ന് അതിനെ പെൺകുട്ടിയെ കാണുന്നതിനായി ഇവിടെ എത്തുകയും പെൺകുട്ടിയെ പിന്നീട് നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ തന്നെയുള്ള കൈലാസമട്ട എന്ന സ്ഥലത്ത് കൊണ്ടുപോയി ശാരീരികമായി ഊരുകയും മറ്റു. മലപ്പുറം തിരൂരിൽ സൗണ്ട് ആൻഡ് ലൈറ്റ് സ്ഥാപനത്തിലെ ജോലിക്കാരനാണ്. വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമാണ് മുഹമ്മദ് ഇസ്മായിൽ. നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. 24 ഇടുക്കി. കുന്നംകുളം തുറക്കുളം മത്സ്യമാർക്കറ്റിലെ സംയുക്ത തൊഴിലാളി യൂണിയൻ ഓഫീസിൽ നിന്നും 15 ലക്ഷത്തോളം രൂപ കവർന്ന സംഭവത്തിൽ INTUC യൂണിയൻ തൊഴിലാളി അറസ്റ്റിൽ. വെള്ളറക്കാട് സ്വദേശി നൂറുദ്ദീനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഡിസംബർ 31 പുലർച്ചെ 1 മണിയോടെയാണ് മോഷണം നടന്നത്. അടുത്ത ദിവസം യൂണിയൻ തൊഴിലാളികൾ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ഞായറാഴ്ച അവധിയായതിനാൽ മാർക്കറ്റിൽ ആരും ഉണ്ടായിരുന്നില്ല. ഈ തക്കം നോക്കിയാണ് പ്രതി മോഷണം നടത്തിയത്. യൂണിയൻ ഓഫീസിനുള്ളിൽ സ്ഥാപിച്ച ക്യാമറ കവറും തുണിയും ഉപയോഗിച്ച് മറച്ച മോഷ്ടാവ് സ്ഥാപനത്തിന് മുൻപിലെ CCTV ക്യാമറ തകർത്തിരുന്നു. സ്ഥാപനത്തിന്റെ ഷട്ടറിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്തു കയറിയത്. തുടർന്ന് സംയുക്ത യൂണിയൻ ഓഫീസിലെ 4 അലമാരകളിലായി സൂക്ഷിച്ച വിവിധ യൂണിയനുകളുടെ പണം മോഷ്ടിക്കുകയായിരുന്നു. അലമാരയുടെ പിൻവശം കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്താണ് പ്രതി കവർച്ച നടത്തിയത്. കവർച്ചയ്ക്ക് ശേഷം പ്രതി ജോലിക്കായി മത്സ്യമാർക്കറ്റിൽ എത്തിയിരുന്നതായി പറയുന്നു. CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചും ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചും പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. പ്രതിയെ കുന്നംകുളം മത്സ്യമാർക്കറ്റിലെ സംയുക്ത തൊഴിലാളി യൂണിയൻ ഓഫീസിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. സബ് ഇൻസ്പെക്ടർ മഹേഷ്, സിവിൽ പോലീസ് ഓഫീസർ അനീഷ്, ജില്ലാ പോലീസ് മേധാവി അങ്കിത് അശോകന്റെ സ്ക്വാഡ് അംഗങ്ങളായ രാകേഷ് സുദേവ്, ആശിഷ് ശരത്, സുജിത് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ. വിചിത്രമായൊരു സമ്മാനദാനത്തിന്റെ വാർത്തയിലേക്കാണ്. 2ാം സ്ഥാനക്കാർക്കുള്ള സമ്മാനം 5ാം സ്ഥാനക്കാർക്ക് കൊടുത്താലോ? എറണാകുളം സബ് ജില്ലാ കലോത്സവത്തിന് പിന്നാലെയാണ് പുതിയൊരു വിവാദം. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനടുത്തുള്ള സർക്കാർ UP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പരാതിക്കാർ. അർഹതപ്പെട്ട സമ്മാനം സ്വന്തം സ്കൂളിലെത്തിക്കാൻ മന്ത്രിക്കുൾപ്പെടെ പരാതി നൽകി കാത്തിരിക്കുകയാണ് കുട്ടികൾ. എയ്ഡഡ് സ്കൂളുകൾ പണം വാരിയെറിഞ്ഞ് മത്സരിക്കുന്ന കലാമേളയിലാണ് ഒരു കൂട്ടം അധ്യാപകരുടെയും PTA-യുടെയും പിന്തുണയുമായി സൗത്ത് റെയിൽവേ സ്റ്റേഷൻ സമീപത്തെ ഗവൺമെന്റ് UP സ്കൂളിലെ പെൺകുട്ടികൾ എത്തിയത്. പണം വാരിയെറിഞ്ഞു വന്ന സ്കൂളുകളോട് കുട്ടികൾ തലയുയർത്തി നിന്ന് സ്റ്റേജിൽ മത്സരിച്ചു. പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്തെത്തി. ഒരു സർക്കാർ സ്കൂൾ നേടിയ നേട്ടത്തിൽ രക്ഷിതാക്കളും ടീച്ചർമാരുമടക്കം സന്തോഷിച്ചു. ട്രോഫി സ്കൂളിൽ എത്തിക്കുമെന്ന് പറഞ്ഞ സംഘാടകർ ട്രോഫി എത്തിച്ചത് പോയിന്റ് പട്ടികയിൽ 5ാം സ്ഥാനത്തെത്തിയ സ്കൂളിലേക്ക്. എന്താണ് ഈ തിരിമറിക്ക് പിന്നിലെ കാരണമെന്നന്വേഷിച്ച് സ്കൂളിലെ PTA അംഗങ്ങളടക്കം പരാതി നൽകി. വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിൽ ഗവൺമെന്റ് UP സ്കൂളിന് തന്നെയാണ് 2ാം സ്ഥാനം. രണ്ടാം സ്ഥാനം പങ്കിട്ടിരിക്കുന്നത് ഗവൺമെൻറ് ഗേൾസ് UP സ്കൂളും അതുപോലെ തന്നെ സെൻറ്റ് ആൻ്റണീസ് HSS കച്ചേരിപ്പടിയുമാണ്. എന്നാൽ നിലവിൽ ഈ 2 സ്കൂളുകളിലും അല്ല ഇന്ന് ട്രോഫി നിൽക്കുന്നത്. 2ാം സ്ഥാനത്തിൻ്റെ ട്രോഫി ഇന്ന് നിലവിൽ നിൽക്കുന്നത് 3ാമതായി ഒരു 5ാം സ്ഥാനം കിട്ടിയിരിക്കുന്ന മറ്റൊരു സ്കൂളിലാണ് ഈ ട്രോഫി ഇന്നും നിലനിൽക്കുന്നത്. പൂർണ്ണമായും നീതിയെ ഉൾക്കൊള്ളുന്ന ഒരു സമ്മാനദാനമായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. വിഷയം എറണാകുളം AEOടക്കം പറഞ്ഞുവെങ്കിലും പ്രശ്നം ഒത്തുതീർപ്പാക്കാമെന്നാണ് AEO വാക്ക് നൽകിയത്. പുറത്താരോടും ഇത് പറയരുതെന്നും AEO അഭ്യർത്ഥിച്ചു. മാസം 2 കഴിഞ്ഞിട്ടും AEO പറഞ്ഞ വാക്ക് പാലിക്കാത്തതോടെയാണ് PTA പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. തങ്ങളുടെ മക്കൾ വലിയ സങ്കടത്തിലാണെന്ന് രക്ഷിതാക്കൾ. പിള്ളേർക്ക് നല്ല വിഷമമുണ്ട്. അവിടെ നിന്ന് ട്രോഫി കൈ കിട്ടാത്തത് കൊണ്ട് എൻ്റെ മോളൊക്കെ അവിടെ നിന്ന് വിങ്ങി പൊട്ടുമായിരുന്നു. ട്രോഫി കൈ കിട്ടാഞ്ഞിട്ട് എൻ്റെ മോളൊക്കെ അവിടെ നിന്ന് കരഞ്ഞ വ്യക്തിയാണ്.
എന്നിട്ട് സ്കൂളിൽ വന്നിട്ടും എന്ന് നമുക്കത് കിട്ടും എന്ന് ചോദിച്ച് നടക്കുകയാണ് ഇപ്പോഴും. കുട്ടികൾക്ക് നീതി ലഭിക്കാൻ രക്ഷിതാക്കൾ എന്ന നിലയിൽ ഏതറ്റം വരെയും പോകാനാണ് ഇവരുടെ തീരുമാനം. ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികളെന്ന് വെച്ചാൽ പണക്കൊഴുപ്പിൻ്റെ ഇതിലല്ലാതെ അവരുടെ കഴിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിട്ടാണ് അവരത് നേടിയെടുക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് അവകാശപ്പെട്ട ഒരു സ്ഥാനം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് തീർച്ചയായിട്ടും അത് വിഷമം ഉണ്ടാക്കുന്നുണ്ട്. കുട്ടികൾ തമ്മിൽ ആരോഗ്യകരമായ മത്സരമുണ്ടാകേണ്ട കലാവേദി അനാരോഗ്യ തലത്തിലേക്ക് എത്തിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നു. കഷ്ടപ്പെട്ട് നേടിയ ട്രോഫി നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിലാണ് ഈ കുട്ടികളാകെ. നീതി നിഷേധിക്കപ്പെട്ടുവെന്ന ഉറച്ച ബോധ്യത്തിൽ അവർ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് ഉദ്യോഗസ്ഥരാണ്. വി എസ് രാഹുലിനൊപ്പം എസ് ശ്യാംകുമാർ, 24 കൊച്ചി.